ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. സദ്യയിൽ ഏതെല്ലാം ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ സദ്യ പൂർണ്ണമാവില്ല. എല്ലാ സദ്യക്കും, ചെറിയ സദ്യകൾക്കും വലിയ സദ്യകൾക്കും ആഘോഷങ്ങളുടെ സദ്യകൾക്കും എല്ലാം യൂസ് ചെയ്യുന്ന മെയിൻ ഐറ്റമാണ് അവിയൽ. സോ എളുപ്പത്തിൽ എങ്ങനെ അവിയൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ഐറ്റിക്കും. വീഡിയോയിലോട്ട് പോകാം. ഈ കാറ്ററിങ്ങിനും കല്യാണ സദ്യക്കൊക്കെ എന്താണ് ഇവർ പ്രത്യേകിച്ച് ചേർക്കുന്നത്, അതിൻ്റെ ടിപ്പ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്ത് പറയുന്നുണ്ട്. അവസാനം വരെ കാണാം. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ക്യാരറ്റ്, ചേന നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലാണ് മുറിച്ച് വെക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വഴുതിനങ്ങയും മത്തങ്ങയും ബീൻസും മുറിച്ച് വെച്ചിട്ടുണ്ട്. അവിയൽ എങ്ങനെ കൂടുതൽ സമയം എടുക്കാതെ ഒരേ ഒരു പാത്രം മാത്രം വെച്ച് കുക്കറൊന്നും യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇതേപോലെ തന്നെ കുറച്ച് കുമ്പളങ്ങയും മുരിങ്ങക്കായും പച്ചമുളകും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരേ അളവിൽ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഒരു ഉരുളി ചൂടായതിനു ശേഷം ഞാൻ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ, അതുപോലെ തന്നെ ബീൻസ്, അതുപോലെ വഴുതിനിങ്ങ, ഇതെല്ലാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും ഞാൻ ഒരുമിച്ചാണ് വേവിക്കുന്നത്. സാധാരണ ചേനയൊക്കെ ആദ്യം വേവിക്കാറുണ്ട്, പക്ഷെ നമുക്കിവിടെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ ഇതിലോട്ട് ഇനി ചേന ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പച്ചക്കറികൾ തന്നെ അവിയലിന് ധാരാളമാണ്. ഞാനിവിടെ പക്ഷേ കുറച്ച് വാഴയ്ക്ക കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലക്കാട് സ്റ്റൈല് വെള്ള അവിയലാണ്, മഞ്ഞപ്പൊടി ഓപ്ഷണലാണ്. ഞാൻ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് ഈ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. കൂടുതൽ വെള്ളം വേണ്ട. ഈ കുമ്പളങ്ങ എന്നൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കൂടുതൽ ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം, എല്ലാ കഷ്ണങ്ങളും വേകാനായിട്ട്. ഇതേ സമയം നമുക്ക് ഒരു ജാറിലോട്ട് ഒരു 1.5 മൂടി നാളികേരം എടുക്കുന്നുണ്ട്. ഇത്രയും പച്ചക്കറിക്കാണ് 1.5 മൂടി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കാം. ഇനി ഞാൻ കുറച്ച് ചെറിയുള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇത് വെള്ളമില്ലാതെ ചതച്ചെടുക്കണം. ഈ ചതച്ചെടുത്ത മിശ്രിതം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു വെച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ നാളികേരത്തിൻ്റെ ചതച്ചതും ഈ തൈരും കൂടെ യോജിപ്പിച്ച് ഒരുവിധം മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ അവിയൽ റെഡിയാണ്. ഇനിയാണ് സീക്രട്ട്. ഇനി ഞാൻ ഇതിലോട്ടൊരു 1/2 ബൗള് ശർക്കര ആഡ് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈലിൽ അടിപൊളി അവിയൽ റെഡിയാണ്. അപ്പോൾ ഈ അവിയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് ഓവർ ഡ്രൈ അല്ലാത്തൊരു ടൈപ്പാണ്. അപ്പോൾ അതാണ് കേസ് നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ അവിയൽ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. സോ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.